ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് വൈകിട്ടാട്ടോ എണീറ്റത്. ഒരു 7:30 കഴിഞ്ഞിട്ടുണ്ടാവും. അതിന് മുന്നേ എണീച്ചു, പക്ഷേ ബെഡിൽ നിന്ന് എണീക്കാൻ നല്ല മടിയായിരുന്നു. കാരണം മോന് സ്കൂളില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ 8 മണിയാകുമ്പോഴേക്കും ഫുഡൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ഒരു ചായയൊക്കെ വെച്ച് കുടിച്ച് എന്നിട്ട് പതുക്കെ പണിയൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഞാൻ ചായയൊക്കെ വെച്ച് കഴിഞ്ഞു. ഇന്ന് ഏട്ടന് മാത്രം ഓഫീസുള്ളൂ കേട്ടോ. അപ്പോൾ ഏട്ടന് മാത്രം പോയാൽ മതി, മോൻ എന്തായാലും വീട്ടിലുണ്ടാകും. ഇന്നലെ ഞങ്ങൾ നല്ലപോലെ ലേറ്റ് ആയിട്ടായിരുന്നു കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നു. ഒരു മണി വരെയൊക്കെ ഞങ്ങൾ TV കാണലും ഫോൺ നോക്കലും ഒക്കെ തന്നെ ആയിരുന്നു. മോനാണെങ്കിൽ ക്ലേ കൊണ്ടൊക്കെ കളിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഏട്ടൻ പിന്നെ എന്നെ എണീപ്പിച്ച് കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് എന്താ പറയുക, പിന്നെ അങ്ങോട്ട് ഉറങ്ങാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു മണി വരെയൊക്കെ ഇരുന്നു. പക്ഷേ മോനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ കളിയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഇന്നലെ കുറച്ച് പായസം വെച്ചിട്ടുണ്ടായിരുന്നേ, അടപ്പായസം. ഇപ്പോൾ ഫോണിലൊക്കെ നോക്കുമ്പം കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, എല്ലാവരും അമ്പലത്തിൽ പോക്കും അതുപോലെ പായസം കഴിക്കലും ഒക്കെ ആണല്ലോ വീഡിയോസിൽ മൊത്തം കാണുന്നത്. അപ്പോൾ എനിക്ക് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം എനിക്കെന്തോ പായസമൊക്കെ കുടിക്കാൻ തോന്നിയിട്ടോ. എനിക്കാണെങ്കിൽ ഏത് പായസം കിട്ടിയാലും ഓക്കെയാണ്. പക്ഷേ ഏട്ടനെന്ന് വെച്ച് കഴിഞ്ഞാൽ അടപ്പായസം മാത്രം കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് അടപ്പായസമാണ് വെക്കുന്നത്. ഉരുളിയിൽ വെക്കുമ്പോൾ അടപ്പായസമൊക്കെ പെട്ടെന്നാവും കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ടാകും. നമ്മൾ വേറെ പാത്രങ്ങളിലൊക്കെ വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് എനിക്ക് തോന്നുന്നു ഉരുളിയിൽ വെക്കുമ്പോഴാണെന്ന് തോന്നി. അപ്പോൾ ഈ ഒരു ഉരുളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന കേട്ടോ, ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് എന്തായാലും നല്ല ഉപകാരമൊക്കെ ആയി. കാരണം അടപ്പായസമൊക്കെ ഏട്ടന് ഇഷ്ടമുള്ളതും ആണല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രാപേട്ടയാട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നോർത്ത് ഇന്ത്യക്കാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. അമ്പലങ്ങളിലൊക്കെ പ്രസാദമൊക്കെ ആയിട്ട് കിട്ടുന്ന ഒരു സ്വീറ്റാട്ടോ. ആഗ്രഹത്തെ 2 സാധനമാണ് ഫേമസ് ആയിട്ടുള്ളത്. ഒന്ന് ഈ ആഗ്രാപേട്ടയും പിന്നെ ഒന്ന് നമ്മുടെ താജ്മഹലും. അപ്പോൾ ഈ ഒരു ആഗ്രാപേട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷെ നമുക്ക് അങ്ങനെ ഇഷ്ടമൊന്നും ആയിരുന്നില്ല. കാരണം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് എന്താ പറയുക, പഞ്ചസാര വെള്ളത്തിൽ മുക്കിയെടുത്തുള്ളൊരു കുമ്പളങ്ങ, ആ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് കുമ്പളങ്ങയും കൊണ്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ കേട്ടോ, ഇത് ഇന്നലത്തെ വീഡിയോ ആയിരുന്നു. ഇനി ഞാൻ ഇന്നത്തെ വീഡിയോ കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ പൊഹയാണ് ഉണ്ടാക്കിയത്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ പൊഹയാണ് ഉണ്ടാക്കിയത്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുമെന്നും എനിക്കറിയില്ല ഈ ഒരു ഉപ്മാവ്. പക്ഷേ ആ ഒരു ഉപ്മാവ് സ്റ്റൈലിലാണ് ഉണ്ടാക്കുക നമ്മുടെ നാട്ടിലത്തെ. പക്ഷേ എന്താ പറയുക, പൊടികളും കാര്യങ്ങളൊക്കെ വേറെ ആയിരിക്കും കേട്ടോ. ഈ പൊഹ ഉണ്ടാക്കാനും വേണ്ടി മാത്രമായിട്ടൊരു പൊടിയൊക്കെ ഉണ്ട്. പൊഹ ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നേ. ഈ ആഗ്രാപേട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുവന്ന് തന്നത് ഏട്ടൻ്റെ ഫ്രണ്ടാട്ടോ. ഏട്ടൻ്റെ ഫ്രണ്ട് ലീവിന് പോയിട്ട് നാട്ടിൽ പോയിട്ട് വന്ന സമയത്ത് മേടിച്ചുകൊണ്ട് വന്ന് തന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് അവർക്കും നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരും അതുപോലെ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്പെഷ്യൽ ഇങ്ങനെ കൊണ്ടുവരിക, അവിടേക്ക് നാട്ടിലത്തെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന കേട്ടോ. ഏട്ടൻ മധുരപ്രിയനായതുകൊണ്ട് എനിക്കിഷ്ടമായില്ലെങ്കിൽ ഏട്ടനടുത്ത് കഴിച്ചോളും. കാരണം മധുരമുള്ള മിഠായി കിട്ടിക്കഴിഞ്ഞാൽ ഏട്ടനായിരിക്കും കേട്ടോ അത് അധികം കഴിക്കാറ്. അപ്പോൾ ഞാൻ അങ്ങനെ കഴിക്കുകയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഉപ്മാവ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി, അതുപോലെ തക്കാളി, അതുപോലെ കുറച്ച് വെളുത്തുള്ളിയൊക്കെ തോല് കളയുന്നുണ്ട്. പൊഹ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് വെള്ള അവലാട്ടോ യൂസ് ചെയ്യുക, നൈസായിട്ടുള്ള അവലാണ് യൂസ് ചെയ്യുക. എന്നിട്ട് ഇവരുണ്ടാക്കുന്ന സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീം ചെയ്യെടുക്കുമോ അല്ലെ പിന്നെ വെള്ളത്തിൽ ഉപ്പ് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് അവരത് എന്താ പറയുക പുഴുങ്ങിയെടുത്തിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെയൊക്കെയാണ് എന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രീറ്റിലൊക്കെ കിട്ടുന്ന പൊഹ ഉണ്ടാക്കിയത്. പക്ഷേ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്റ്റൈലിൽ കുറച്ച് മസാലയൊക്കെ ഇടും കേട്ടോ. അപ്പോൾ ഞാൻ കടുകിട്ടിട്ട് കുറച്ച് കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളി അതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കും കേട്ടോ. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ ചിക്കൻ മസാല, മീറ്റ് മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന സമയത്താണ് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുക. ഈ ഒരു പൊഹ ഉണ്ടാക്കുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ നമുക്ക് വേറെ ഒന്നും ചേർത്തേണ്ട ആവശ്യമൊന്നും വരാറില്ല. കാരണം ആ ഒരു എന്താ പറയുക, പൊഹേൻ്റെ ആ ഒരു മസാല കിട്ടും. ആ ഒരു മസാല മാത്രം ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് വേവിച്ചെടുത്താൽ മാത്രം മതി. അങ്ങനെയൊക്കെയാണ് ഇവിടെ ഹിന്ദിക്കാർ കഴിക്കുക. എൻ്റെ മോന് പക്ഷേ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്ന കേട്ടോ ഇഷ്ടം. ഇങ്ങനെ മസാലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. ഞാൻ അധികം മസാലയൊന്നും ഇടില്ല, പക്ഷേ എന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് മോൻ കഴിക്കാറുള്ളത് കേട്ടോ. മോനത് ഏത് നേരത്ത് കൊടുത്താലും അവൻ മേടിച്ച് കഴിച്ചോളൂ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന പൊഹയൊക്കെ കഴിക്കാൻ. അപ്പോൾ അത് ആ പൊഹയൊക്കെ അത്യാവശ്യം ആ ഒരു മസാലയൊക്കെ സെറ്റായി കഴിഞ്ഞു. ഇനി ഞാൻ അവൽ 2-3 തവണ കഴുകിയിട്ട് ഒന്ന് കുതിർത്തിയെടുത്തതാട്ടോ ഈ അവൽ. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ആ ഒരു വെള്ളമൊക്കെ വാരാനും വേണ്ടിയിട്ട് ആ ഒരു ഓട്ടപാത്രത്തിലാക്കി വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ മസാലയിലോട്ട് ഞാനത് അവലും കൂടെ കൊട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കണം. നമുക്കിത് ഇളക്കിയിട്ട് വെള്ളം കുറവാണ്, ഡ്രൈ ആയിട്ടാണ് ഉപ്മാവ് ഇരിക്കുന്നത് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. എന്നിട്ട് എന്താ പറയുക, കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ
നന്നായി ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ഉപ്മാവായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇത്രയും ഞാൻ അധികം ഉപ്മാവ് ഉണ്ടാക്കിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ട് വീട്ടിലത്തെ രീതിക്ക് വയ്യ, അപ്പോൾ അവർക്ക് കുറച്ച് ഉപ്മാവ് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ അയൽപക്കത്തുള്ള ആർക്കെങ്കിലും വയ്യാന്ന് കേൾക്കുമ്പോഴില്ലേ ഞാൻ അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. കാരണം നമ്മളും നാട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ടൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്കും എന്തായാലും അസുഖവും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ ഇവരൊക്കെ തന്നെയല്ലേ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവുള്ളൂ ആ സമയത്ത് എന്ന് വിചാരിച്ചിട്ട് എന്നെ കൂട്ട് കഴിയുമ്പോഴൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവർ അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് വയ്യാത്ത സമയങ്ങളിൽ. പോഹ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് അങ്ങനെ അധികം സമയമൊന്നും വേണ്ടി വരില്ല കേട്ടോ. കുറച്ച് ഉള്ളി മുറിക്കുന്ന സമയം മാത്രം വേണ്ടി വരും. കുറച്ച് ഉള്ളി മുറിക്കാനും തോല് കളയാനൊക്കെ ഉണ്ടാകുമല്ലോ, അപ്പോൾ ആ ഒരു സമയം മാത്രം വേണ്ടി വരും. പിന്നെ ഈ ഒരു പുക ഉണ്ടാക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുക നമ്മൾ വെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ കുതിർത്തി എടുക്കണം കേട്ടോ. നല്ലപോലെ നമ്മുടെ കൈ കൊണ്ട് ഞെരടുമ്പം അത് എന്താ പറയുക പൊട്ടിപ്പോകുന്ന അത്രയും സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ മാത്രം ഇട്ട് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിരിക്കുക. അപ്പോൾ ഞാൻ അവർക്കുള്ളത് പാക്ക് ചെയ്ത് വേഗം അവർക്കുള്ളത് കൊണ്ടുപോയി കൊടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബാക്കിയുള്ളത് അടച്ച് വെച്ചിട്ട് എന്താ പറയുക ഞാൻ ബാക്കിയുള്ള പരിപാടി നോക്കാൻ തുടങ്ങി. ഉപ്പേരിക്കുള്ളത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്യാരറ്റും അതുപോലെ ഉരുളക്കിഴങ്ങും മാത്രമേ ഉള്ളൂ കേട്ടോ കയ്യിൽ. പച്ചക്കറിയൊന്നും മേടിക്കാൻ പോയിട്ടില്ല. പിന്നെ ഞാൻ എന്താ വേഗം ഉരുളക്കിഴങ്ങും അതുപോലെ ക്യാരറ്റും കൂടെ എന്താ പറയുക വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി പെട്ടെന്ന് ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് എന്താ പറയുക ഈ കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ ഇട്ടിട്ട് പെട്ടെന്ന് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചോറിനും കൂടിയുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മുടെ തൊട്ട് വീട്ടിലത്തെ വേറൊരു ദീദി വന്നിട്ട് അവർക്ക് അമ്പലത്തിലേക്ക് പോകണം, എൻ്റെ കൂടെ ഒന്ന് വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അമ്പലത്തിന് അങ്ങോട്ട് പോകാനല്ലേ എല്ലാവർക്കും പേടിയാട്ടോ. കാരണം അവിടെ അങ്ങനെ അധികം ജെൻസൊക്കെ ആയിരിക്കുമല്ലോ അമ്പലത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ പെണ്ണുങ്ങൾക്കൊക്കെ പോകാൻ ഭയങ്കര മടിയൊക്കെയാണ്. അങ്ങനെ ആരും പോകുമൊന്നുമില്ല കേട്ടോ. ഞാൻ പോലും അങ്ങനെ പോകാറില്ല. അപ്പോൾ അവർ വിളിച്ച് കഴിഞ്ഞപ്പോൾ എന്തായാലും അവർ തനിച്ച് പോകണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അങ്ങനെ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മോനെയും കൂട്ടിയിട്ടാട്ടോ പോയത്. മോൻ ആ സമയത്ത് എണീച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് അവൻ്റെ മുഖമൊക്കെ കഴുകി കൊടുത്ത് അവന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് പെട്ടെന്ന് അവനെ കൂട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അമ്പലത്തിനകത്തൊന്നും കയറാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അവരതിനകത്ത് കയറി. ഇന്നിവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ മഹാശിവരാത്രി ആട്ടോ. നോർത്ത് ഇന്ത്യയിലൊക്കെ 2 ശിവരാത്രിയും 2 നവരാത്രി ആഘോഷിക്കാറുണ്ട്. അതെന്തിനാന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ ഏപ്രിലും നവരാത്രി ആഘോഷിക്കും. പിന്നെ നമ്മൾ എന്താ പറയുക ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഒരു നവരാത്രി വരുമല്ലോ, അപ്പോൾ അതും ഇവർ ആഘോഷിക്കാറുണ്ട്. അതുപോലെ മാർച്ചിൽ ഇവിടെ ഒരിക്കൽ ഒരു എന്താ പറയുക ശിവരാത്രി കഴിഞ്ഞതായിരുന്നു. പക്ഷേ ഈ ഒരു മാസം അവർക്ക് ശിവരാത്രിയാണെന്നാണ് അവർ പറയുന്നത്. ഈ ഒരു മാസം കയ്യിൽ പച്ച കുപ്പികളിലേക്ക് ഇടണം എന്നൊക്കെ ആട്ടോ അവർ പറയുന്നത്. അപ്പോൾ ആ ദീദി അവിടെ പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അകത്തൊന്നും കയറാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ മോൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നോർത്ത് ഇന്ത്യയിലേക്ക് ശിവക്ഷേത്രത്തേക്ക് പോകുന്ന സമയത്തില്ലേ ബേൽപത്രി എന്ന് പറഞ്ഞിട്ടൊരു ഇലയുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രൂട്ടും ഉണ്ട് ഇലയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇല കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പൂജിക്കുന്ന സമയത്ത് വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കൾ മാത്രമായിരിക്കും നമ്മൾ അമ്പലത്തിലോട്ടൊക്കെ കൊണ്ടുപോകാല്ലേ. പിന്നെ തുളസിയെ കൊണ്ടുവരും. പക്ഷേ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തുളസിക്ക് പകരം ബേൽപത്രി ആയിരിക്കും കേട്ടോ കൊണ്ടുവരിക. ബേൽപത്രി കൊണ്ടുവരും. അതുപോലെ ഫ്രൂട്ടുകൾ കൊണ്ടുവരും. പിന്നെ അത് മാത്രമല്ല ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് കൊണ്ടുവരും. എന്നിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവരും. കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം കൊണ്ടുവരും. അങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടുവരും കേട്ടോ ഇവർ ശിവലിംഗം വൃത്തിയാക്കാനും വേണ്ടിയിട്ട് കഴുകാനും വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷമായിരിക്കും പിന്നെ അവർ പൂജയൊക്കെ ചെയ്യുക. അപ്പോൾ അതൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവരുടെ ഫോണിൽ ഞാൻ വീഡിയോ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ അതിനൊക്കെ ശേഷമാണ് വിളക്കൊക്കെ വയ്ക്കുക. എന്നിട്ട് എന്താ പറയുക അവർ തൊട്ട് പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിനകത്തോട്ട് കയറാൻ പറ്റില്ലല്ലോ. മെയിൻ ഗേറ്റിനകത്തോട്ട് കയറാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജിക്കാനും വേണ്ടിയിട്ട് പൂജാരിമാരൊക്കെ ഉണ്ടാകും. അതുപോലെ നമുക്ക് പ്രസാദം തരാനാണെങ്കിലും തീർത്ഥം തരാനൊക്കെ ആണെങ്കിലും നമ്മുടെയൊക്കെ വീടിൻ്റെ അടുത്തുള്ള അമ്പലങ്ങളിലെല്ലാത്തിലും എന്താ പറയുക പൂജാരിമാരുണ്ടാകും. പക്ഷേ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ അങ്ങനത്തെ പ്രശ്നമില്ല കേട്ടോ. ഇപ്പോൾ പെണ്ണുങ്ങൾക്കാണെങ്കിലും ആണുങ്ങൾക്കാണെങ്കിലും ഗേറ്റ് തുറക്കുക, പോവുക, പൂജിക്കുക, വരിക. അവർ സ്വന്തമായിട്ട് തന്നെ ആയിരിക്കും പൂജിക്കുക. കാരണം അവർക്ക് സ്വന്തമായിട്ട് എല്ലാവർക്കും പൂജിക്കാനൊക്കെ അറിയാം കേട്ടോ. ഇവിടുത്തെ നോർത്ത് ഇന്ത്യക്കാരായുള്ള ഹിന്ദുക്കൾക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അവർ വീട്ടിനകത്ത് തന്നെ വലിയ പൂജകളും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും നടത്താറുണ്ട്. നമ്മളെപ്പോലെയല്ല ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജയുടെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആട്ടോ. ഇവർ എല്ലാ ദിവസവും പൂജിക്കും. അതുപോലെ എല്ലാവരും ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ നാട്ടിലങ്ങനെ പുരുഷന്മാരങ്ങനെ ഫാസ്റ്റിംഗ് ഒന്നും ചെയ്യില്ലല്ലോ. പക്ഷേ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരും ചെയ്യാറുണ്ട് കേട്ടോ ഫാസ്റ്റിംഗ് ഒക്കെ. അപ്പോൾ ദീദി പറയുന്നുണ്ടായിരുന്നു ഈ ഒരു മാസം എന്നെ കൊണ്ട് പച്ച കളറ് വളയൊക്കെ ഇടണം. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ ഇതുപോലെ പച്ച കളർ വളയൊക്കെ
വീഡിയോയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വീടിന് ഐശ്വര്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ അങ്ങോട്ട് എന്താ പറയുക, ചില കാര്യങ്ങളിലൊന്നും എനിക്ക് അങ്ങനെ അങ്ങോട്ട് വിശ്വാസക്കുറവുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറൊന്നുമില്ല കേട്ടോ. ഈ ഒരു ഹോസ്പിറ്റലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമ്പിലുള്ളവർ മാത്രമല്ല കേട്ടോ, അതായത് നമ്മുടെ പട്ടാളക്കാരും നമ്മുടെ ഫാമിലീസ് മാത്രമല്ല വരാറുള്ളത്, നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ വന്ന് അഡ്മിറ്റ് ആവുന്നവരും സൈക്കാട്രിക് പേഷ്യൻസും എല്ലാവരും വരാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒറ്റയ്ക്കും തന്നെയും വരാനൊക്കെ പേടിയേ. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇതുപോലെ വരുമ്പോൾ ആരെങ്കിലും കൂട്ടി വിളിച്ചിട്ടൊക്കെ ആയിരിക്കും കേട്ടോ എപ്പോഴും വരാനൊക്കെ നോക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദീദി തീപ്പെട്ടി ചോദിക്കാനും വേണ്ടിയിട്ടായിരുന്നു കേട്ടോ വീട്ടിൽ വന്നത്. അപ്പോഴാണ് എന്നെ വിളിച്ചത് കൂടെ വരുമോ എന്ന് ചോദിച്ചിട്ടേ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു പോയതാണ്. അതുകൊണ്ട് എനിക്ക് കുളിക്കാനും ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുളിച്ചിട്ട് അമ്പലത്തിൽ കയറാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു, കാരണം മനസ്സിന് നല്ല ആശ്വാസമൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടം വരെ പോയി എന്നല്ലാതെ എനിക്കങ്ങനെ അമ്പലത്തിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് എന്താ പറയുക, അങ്ങനെ വലിയ ഫീലിംഗ് ഒന്നും ആയില്ല കേട്ടോ. എനിക്ക് അമ്പലത്തിനകത്തോട്ട് പോയിട്ട് അതിനുള്ളിൽ വേറെയും 1-2 അമ്പലങ്ങളൊക്കെ ഉണ്ട്, അവിടേക്ക് കയറി തൊഴണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അന്ന് സാധിച്ചില്ല. അപ്പോൾ അതാ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ്. ദീദീൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവരിന്ന് ഫാസ്റ്റിങ്ങിലായിരിക്കും കേട്ടോ. അവർ ഹസ്ബൻഡും വൈഫും ഫാസ്റ്റിങ് ചെയ്യുവേ. പിന്നെ വീട്ടിലൊക്കെ വന്ന് വേഗം മോനെ കുളിപ്പിക്കും ഒക്കെ ചെയ്ത് അവന് കഴിക്കാനൊക്കെ കൊടുത്തു. എന്നിട്ട് വേഗം ഞാൻ അവന് ഹോംവർക്ക് ചെയ്യാനും വേണ്ടിയിട്ട് അവൻ്റെ ബുക്കൊക്കെ എടുത്തു കൊടുത്തു കേട്ടോ. അവനങ്ങനെ ഹോംവർക്കൊന്നും അങ്ങനെ ഞാൻ അടുത്തിരുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യുമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഡ്രോയിങ് ബുക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതാകുമ്പോൾ തന്നെ ഇരുന്ന് ചെയ്തോളും. പിന്നെ TV ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഞാൻ വേഗം കുളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഭക്ഷണം കഴിക്കുന്നതൊന്നും വീഡിയോ എടുക്കാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം തന്നെ വീഡിയോ അത്യാവശ്യം ലോങ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ അങ്ങനെ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ മോനൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ വീഡിയോസൊക്കെ ഫുൾ ടൈം എടുത്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാടായിരിക്കും, കാരണം അത്രയും ഞാൻ വോയിസ് ഓവറും കൊടുക്കണ്ടേ. അതുകൊണ്ട് ഇത്രമാത്രം വീഡിയോസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. അപ്പോൾ വീണ്ടും ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെയായി വരുന്നവരെ ബായ്.